തനത് സ്വഭാവം കൂടും. ഈ പാട്ടൊക്കെ കേട്ടിട്ട് എന്താ സംഭവം എന്നറിയാതിരിക്കുന്ന ഒരു കക്ഷിയുണ്ട് നമ്മളൊപ്പം. Could you tell me your name? Hi, I'm Dr. Tom Tina Burton. Doctor? Tom Tina Burton. Tom. Can I call you Tom? Yeah, sure. Yeah, fine. Sure. You're from? I'm from Arunachal Pradesh. Okay. Did you understand what they sing? No, I No, didn't. actually, nobody could understand because it's a very age-old folk song. Okay. Okay. So, hi. നമ്മളെ തേടി വന്നിരിക്കുന്ന ഒരു ഡോക്ടർമാരുടെ സംഘമാണ്. ഡോക്ടർ സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്. ഞാൻ ആരോഗ്യ ബോധവൽക്കരണത്തിലാണ് ശ്രദ്ധ കൊടുക്കാറുള്ളത്. ചികിത്സ എന്നുള്ളത് രണ്ടാമതാണ്. പ്രതിരോധം. എവിടെയാ വീട്? എവിടെയാ? ഞാൻ മലപ്പുറം ജില്ലയിൽ പട്ടിക്കാട് സ്വദേശിയാണ്. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിന്റെ MD ആണ്. ഓക്കെ. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഒരു ബാസിൽ ആരോഗ്യ പ്രവർത്തകനാണ്. തീർച്ചയായും. എന്താ ബാസിലും സംഘവും ചെയ്യുന്നത്? ഞങ്ങള് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ആരോഗ്യ ബോധവൽക്കരണം നടത്തുകയാണ്. പലപ്പോഴും ആളുകൾ ഹോമിയോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് തല്ലൂടുന്നതിന് പകരം, അതേപോലെ തന്നെ ആളുകൾ വിവിധ ആശുപത്രികൾ തല്ലൂടുന്നതിന് പകരം, അതേപോലെ ചെറിയ രോഗത്തെ പെരുപ്പിച്ച് കാണിച്ച ആളുകളെ പേടിപ്പിക്കുന്നതിന് പകരം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ഹെൽത്ത്. എന്താ നിങ്ങൾ ഡോക്ടർമാർക്ക് കൊടുക്കുക? അഡ്വൈസ് എന്താ കൊടുക്കുക? ഞങ്ങൾ ഓരോ സാഹചര്യത്തിലും ഞങ്ങൾ 50-ൽ പരം ഡോക്ടർമാരുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒന്നിച്ച് ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്. ഇവരെ കൃത്യമായി ട്രെയിൻ ചെയ്യും. ഓരോ വിഷയങ്ങൾ പഠിക്കും. ആ വിഷയം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ എത്തിക്കും. സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കും, ക്ലാസുകൾ എടുക്കും. എല്ലാ മേഖലകളിലെയും ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുക. ഇന്ന് രോഗം ഉണ്ടാവുന്നത് ഭക്ഷണം കിട്ടായിട്ടല്ല, ഭക്ഷണം ഏറിയിട്ടാണ്. അങ്ങനെ ബോധവൽക്കരണം നടത്തി ഈ അസുഖം തടയുക എന്നതാണ്. നിങ്ങളുടെ നെറ്റ്വർക്കിന് എന്തെങ്കിലും പേരുണ്ടോ? ഹോസ്പിറ്റലിന്റെ പേരിലാണ്. ഇപ്പോ എത്ര ഡോക്ടർമാർ ഏകദേശം നിങ്ങൾ? 52 ഡോക്ടർമാരുണ്ട്. അതിൽ ഗാരോ ലാംഗ്വേജ്, ഗാരോ എന്ന് പറയുന്ന മേഘാലയയിലെ ഗോത്രഭാഷ, ഇവര് ആഡി ഭാഷ സംസാരിക്കുന്നവരാണ്. അരുണാചലിൽ നിന്ന്, ഡൽഹിയിൽ നിന്നുള്ള ഡോക്ടറാണ്, ആസാമിൽ നിന്നുള്ള ഡോക്ടറാണ്. ഡൽഹിയിൽ നിന്ന് തമിഴ് സംസാരിക്കുന്ന, തമിഴിലാണ് വ്ളോഗ് കൊടുക്കുക. ഞങ്ങളുടെ ഡ്യൂട്ടി എന്നുള്ളത് പരിശോധനയും ചികിത്സയും മാത്രമല്ല, ആളുകളെ ബോധവൽക്കരിക്കുക. എലക്ഷൻ നടക്കുകയാണ്. ഇപ്പൊ എലക്ഷൻ ഒരു ബോധവൽക്കരണം തരികയാണ്. വെള്ളം കുടിക്കുക, ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത്, പുറത്തുനിന്നുള്ള വെള്ളം ശ്രദ്ധിക്കുക. താങ്കളെ പോലുള്ളവർ കൂടുതൽ ശബ്ദം ഉപയോഗിക്കുന്നതാണ്. ആ സമയങ്ങളിൽ കൂടുതലായിട്ട് ഡ്രൈനസ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രീ ആയിട്ട് ഉപദേശം കിട്ടി. ആളുകൾ ഞങ്ങളുടെ ജോലി ദൈവം നാളെ ചോദിക്കും, നിങ്ങളൊരു ഡോക്ടറായിട്ട് എന്ത് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഒരു ഉത്തരം കൊടുക്കണം. ഡൂയിങ് യുവർ ഡ്യൂട്ടി, റൈറ്റ്? How do you feel, Kerala? Oh, it's nice. It's a really nice place and people are really nice. It's very good. Yeah, actually, you visited many places in Kerala, or you visited only Malappuram? I just visited like few, Pandikad, yeah. Okay, how long will you be here? I'll be here for a while. Like. Okay, wonderful. Okay, thank you. Thanks for coming. അപ്പോൾ ബാസിലും സംഘവുമാണ്, ബാസിൽ അല്ലേ, ബാസിലും സംഘവുമാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചൂടുകാലത്ത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട